ഹലോ, ഞങ്ങൾ ഇന്ന് ജിമ്മിലോട്ട് പോവുകയാണ്. അപ്പൊ ജിമ്മിലെ വിശേഷങ്ങളൊന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ജസ്റ്റ് ഞാൻ ലോഡ് കൊടുക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ ഭൂരിഭാഗം വീട്ടമ്മമാർക്കും ഈ ജിം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ വരാൻ ഭയങ്കര മടിയാ. മെജോറിറ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള റീസൺ എന്ന് പറയുന്നത് എന്നാ സമൂഹം എന്നാ വിചാരിക്കും, ബാക്കിയുള്ളവർ എന്നാ വിചാരിക്കും, അതാണ് ഒന്നാമത്തെ റീസൺ വരുന്നത്. പിന്നെ നമ്മൾ ഈ വീട്ടിലത്തെ പണികളെല്ലാം ഭൂരിഭാഗം പണി ഞാനാണല്ലോ ചെയ്യുന്നേ, അതുകൊണ്ട് പിന്നെ ജിമ്മിൽ പോയിട്ട് വേറെ വല്ല ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് മിസ്സിന് മാം എന്നാ പറയാനുള്ളത്? ഹായ്, ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സന. ഞാൻ ഇവിടെ വടക്കഞ്ചേരി ഫ്ലെക്സ് ജിമ്മിലെ ട്രെയിനറാണ്. അപ്പൊ നമ്മുടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ലേഡീസ് ജിമ്മിലേക്ക് വരാൻ മടിക്കുന്നുണ്ട്. അത് കാരണം ഈ പലർക്കും PCOD, തൈറോയിഡ് ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഇപ്പൊ ഭൂരിഭാഗം ലേഡീസിനുണ്ട്. അപ്പോ എല്ലാരെയും ധാരണ വീട്ടിലെ ജോലികൾ ചെയ്താൽ നമുക്ക് ഒരുപാട് പണികളുണ്ട്, ഒരുപാട് ജോലികളുണ്ട്, നമുക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒരു ഒന്നും പോസിബിൾ അല്ല. അപ്പൊ എല്ലാവർക്കും, സ്ത്രീകൾക്ക് എന്നല്ല, എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാർക്കും ശരീര വ്യായാമം നിർബന്ധമാണ്. അത് എല്ലാവരും ചെയ്തിരിക്കണം. അതിലൂടെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ അതിലൂടെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. BP, തൈറോയ്ഡ്, ഷുഗർ, കൊളസ്ട്രോൾ, ഇതെല്ലാം ഒരു പിന്നെ BP, ഷുഗറൊക്കെ പരമാവധി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. തൈറോയ്ഡ് ഒക്കെ ഒരു ലിമിറ്റ് വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ സ്ട്രെസ് ഫ്രീ ആവും. അതുപോലെ ഒരുപാട് ബാക്ക് പെയിന് ഒരുപാട് പേർക്ക് ആൾക്കാർക്കുണ്ട്. ബാക്ക് പെയിൻ ഉണ്ട്, മുട്ടുവേദനയുണ്ട്. ഇതിനെല്ലാം വർക്കൗട്ട് നല്ലൊരു ഉപയോഗപ്രദമാണ്. അപ്പോൾ എല്ലാവരോടുള്ള ഒരു അപേക്ഷയാണ്, എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, ശരീരം നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുക. ഇത്ര എനിക്ക് പറയാനുള്ളത്.